ഹായ് ഹലോ. ഇന്നത്തെ ചെമ്മനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി തന്നെ രേവതിയോട് ആൻ്റണി സച്ചിയെക്കുറിച്ച് മോശമായി പറയാണ്. അപ്പോൾ രേവതിക്ക് ദേഷ്യം വന്നിട്ട് തല്ലാൻ ഓങ്ങുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് ശരത്ത് പറയാണ്, ഈ ചേച്ചി എൻ്റെ കൂട്ടുകാരനാണ്, ചേച്ചി അങ്ങനെയൊന്നും പറയരുത്, എനിക്കത് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറയാണ്. അപ്പം രേവതി ആണെങ്കിൽ പറയുന്നുണ്ട്, ഇവനാണ് നിനക്ക് വലുത് എന്നൊക്കെ പറഞ്ഞ് ശരത്തിനോട് ഓരോന്ന് പറയാണ് രേവതി. അങ്ങനെ സച്ചി ബിജുകുമാർ സാറിൻ്റെ ഫ്രണ്ടുകൾക്ക് വേണ്ടിയിട്ട് കാറ് നോക്കാൻ ഷോറൂമിലേക്ക് വന്നതാണ്. അപ്പോൾ കാറ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സച്ചി ആണെങ്കിൽ ശ്രുതിനെ കാണുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ഒരു കാറ് കണ്ടുവച്ചിട്ട് ശ്രുതിയെ വിളിച്ചു വരുത്താണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതിയോട് വിവരം പറഞ്ഞപ്പോൾ ശ്രുതി പറയാണ്, എന്തിനാ ഇപ്പോൾ കാറൊന്നും വേണ്ട, നമുക്ക് ബിസിനസ് തുടങ്ങണം, ഉള്ള പൈസ ചിലവാക്കണ്ട എന്നൊക്കെ പറയാണ്. പിന്നീട് ശ്രുതി അങ്ങനെയാണ് സമ്മതിച്ച് കാറ് നോക്കാനായിട്ട് ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് കയറി. ശേഷം ശ്രുതിയെ വിളിച്ച് ശ്രുതി ആ കാറ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് കാറൊക്കെ ഇഷ്ടപ്പെട്ടു, ശ്രുതി ഇപ്പോൾ ഒന്നും കൂടി ആലോചിക്കുകയത്, ഇപ്പോൾ കാറ് വാങ്ങണോ എന്ന് ശ്രുതിയോട് പറയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്കൊരു കാറ് അത്യാവശ്യമാണ്, അപ്പം എന്തായാലും ഇത് വാങ്ങാമെന്ന് രണ്ടുപേരും തീരുമാനിക്കുകയാണ്. സച്ചി വണ്ടി കാണിക്കാൻ കൊണ്ടുവന്ന ആൾക്കാർക്ക് ശ്രുതി കണ്ടെത്തിയ കാറ് ഇഷ്ടപ്പെടുകയാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഇത് എന്തായാലും ഉറപ്പിച്ച് വെച്ചതാണ്, ഈ കാറ് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം. അപ്പോൾ സച്ചി പരമാവധി അവരോട് സംസാരിക്കുന്നുണ്ട്. അവർ അഡ്വാൻസ് ഒന്നും തന്നിട്ടില്ലല്ലോ, എന്തായാലും ഈ കാറ് ഞങ്ങൾക്ക് തായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ സെയിൽസ്മാൻ സച്ചിയെ കൊണ്ടുപോയി ശ്രുതിയുടെ മുമ്പിൽ കൊണ്ടു നിർത്തി. അപ്പോൾ സച്ചി ആണെങ്കിൽ ശ്രുതിനെ കണ്ടിട്ട് ആകെ അമ്പരപ്പോടെ നോക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ശ്രുതിയും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് സച്ചിക്കാണെങ്കിൽ ആദ്യം ബിസിനസ്മാൻ പറഞ്ഞപ്പോൾ ആ സച്ചിക്ക് തന്നെ ചിരി വന്ന് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ കാറ് ശ്രുതിക്കും വേണമെന്നും അവരും പറഞ്ഞു. ഇവർക്ക് വേണ്ടി സച്ചിയും സംസാരിക്കുകയാണ്. അപ്പോൾ സച്ചി സംസാരിച്ച് ലാസ്റ്റ് എന്തായാലും ശ്രുതിക്കും ആ കാറ് കിട്ടാതെയായി. അവർ സച്ചി കൊണ്ടുവന്ന പാർട്ടി മൊത്തം പൈസ കൊടുത്ത് ആ കാറ് വാങ്ങി. അങ്ങനെ ശ്രുതിയാണ് തിരിച്ചു പോകും. അങ്ങനെ വണ്ടി വാങ്ങിയ സന്തോഷത്തിൽ സച്ചിയെ ഡിന്നർ കഴിക്കാൻ അവർ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, വാ സച്ചി, എന്തെങ്കിലും കഴിക്കാം, ഭക്ഷണം കഴിക്കാം, ബിയർ കഴിക്കാം എന്നൊക്കെ നിർബന്ധിക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ കഴിക്കുന്നില്ല, ഞാൻ വണ്ടി ഓടിക്കുന്നതല്ലേ, അത് പറ്റില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ ബിയർ കഴിക്കാൻ അകത്ത് കയറിയതിന് ശേഷം സച്ചി പുറത്ത് നിന്ന് കാത്തു നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്